An empty street, an empty house, a hole inside my heart. I'm all alone, the rooms are getting smaller. I wonder how, I wonder why, I wonder where they are. The days we had, the songs we sang together, oh yeah. And oh my love, I'm holding on forever, reaching for a love that seems so far. So I say a little prayer and hope my dreams will take me there, where the skies are blue, to see you once again, my love. Overseas from coast to coast, to find the place I love the most, where the fields are green, to see you once again, my love. I try to read, I go to work, I'm laughing with my friends, but I can't stop to keep myself from thinking, oh no. I wonder how, I wonder why, I wonder where they are. The days we had, the songs we sang together, oh yeah. And oh my love, I'm holding on forever, reaching for a love that seems so far. So I say a little prayer and hope my dreams will take me there, where the skies are blue, to see you once again, my love. Overseas from coast to coast, to find the place I love the most, where the fields are green, to see you once again, to hold you in my arms, to promise you my love, to tell you from the heart, you're all I'm thinking of. I'm reaching for a love that seems so far. So I say a little prayer, hope my dreams will take me there, where the skies are blue, to see you once again, my love. Overseas from coast to coast, to find the place I love the most, where the fields are green, to see you once again, my love. Say a little prayer, my sweet dreams will take me there, where the skies are blue, to see you once again. Oh, my seas from coast to coast, to find the place I love the most, where the fields are green, to see you once again, my love. ഈ സമയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ജോസ് മാത്യുവും പുഷ്പവും തങ്ങളുടെ പുതിയ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർക്കെല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുവാനും ദൈവം അവരുടെ കൂടെ നിങ്ങളുടെ ആരംഭിക്കുന്ന കുടുംബജീവിതത്തിൽ ഉണ്ടാകുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കൽപ്പന പോ തിരുനാമ
Shall be, but we are so you
ഹൃദയത്തിൽ ജീവിക്കുവാൻ ഈ ദാസനെ വിളിച്ചുവല്ലോ. സ്വർഗീയവരങ്ങളാൽ ഈ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം നൽകുവാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ നാട്ടത്തിനും മനുഷ്യത്വത്തിന്റെ നന്മയ്ക്കും വേണ്ടി ഈ കുദാശ യോഗ്യതയിലൂടെ പരിശ്രമം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. എന്റെ പുത്രനെ ശ്രദ്ധിച്ചു കേൾക്കുക. നിന്റെ ജനത്തെയും പുത്രഗൃഹത്തെയും നീ മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. കാഴ്ചകളുമായി രാജാവിനെ അവർ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവിടെ അനുഗമിക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന മുന്തിരിവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്കും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവം തന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. നിങ്ങളുടെ മിത്രമായ ദൈവമേ നൽകിയിട്ടുള്ളതും എന്നാൽ പ്രകാശിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിച്ചൂട് നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സ്ഥലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നവരുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം എപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും.
നല്ല ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോടെ ഞങ്ങളെ രക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്തവരും എപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. നമ്മുടെ കർത്താവേ യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. മൂന്നാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവിന്റെ ശിഷ്യന്മാരും വിരുന്നിനെ ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വിധി തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശുവോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കുമുണ്ട്, എൻ്റെ സമയം ഇനിയുമായിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവാൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിലുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം അപ്പോഴും നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരനെ അടുത്ത് കൊണ്ടുചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരന് വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും ഏത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരുന്നു. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്നെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിയയിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു.
വധൂവരന്മാരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഇന്ന് എറണാകുളം സെന്റ് കുര്യാക്കോസ് ജ്ഞാനായ കത്തോലിക്കാ ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷത്തിൻ്റെ അഭിമാനത്തിൻ്റെ ദിവസമാണ്. കാരണം ഇന്ന് ഈ ഇടവകയിൽ പുതിയ ഒരു കുടുംബം കൂടി രൂപം കൊള്ളുകയാണ്. ജോസ് മാത്യുവും ഖുശ്ബുവും തമ്മിലുള്ള വിവാഹത്തിലൂടെ ആദ്യമായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് ഈ ഇടവകയുടെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും ജോസ് മാത്യുവിനും ഖുശ്ബുവിനും ഞാൻ ആത്മാർത്ഥമായിട്ട് നേരുകയാണ്, ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇന്ന് ആരംഭിക്കുന്ന ഈ കുടുംബജീവിതം ഏറ്റവും ധന്യമാക്കുവാൻ, വിശുദ്ധമാക്കുവാൻ, കർത്താവിൻ്റെ ഇഷ്ട മക്കളായിട്ട് നിങ്ങളായിരിക്കുന്ന കുടുംബത്തിൽ രൂപപ്പെടുവാനായിട്ട് നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, എല്ലാ യുവജനങ്ങളുടെയും ആഗ്രഹമാണ് പെട്ടെന്ന് പഠനങ്ങളൊക്കെ അവസാനിപ്പിച്ച് ഒരു ജോലിയിൽ പ്രവേശിക്കുക എന്നത്. എന്നാൽ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, നമുക്ക് ജീവിതം മുഴുവനും പഠനങ്ങളുടെ കാലം. നമുക്കെല്ലാവർക്കും വീണ്ടും മാതാപിതാക്കൾക്കൊക്കെ അറിയാം, ഇന്ന് നമ്മൾ ഓരോ ദിവസവും ചെല്ലുന്തോറും നമ്മൾ ഓരോന്നും പുതിയത് പഠിക്കുകയും, അതുകൊണ്ട് ജീവിതകാലം മുഴുവനും ഒരു പഠനങ്ങളുടെ കാലമായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. അതുപോലെയാണ് വിവാഹ ജീവിതവും. ഇവിടെ വിവാഹ ജീവിതത്തിലൂടെ ഇവരും വീണ്ടും ഒരു സ്കൂളിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഇവരിവിടെ പഠിക്കുന്നത് സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും പാഠങ്ങളാണ്. അതാണ് കുടുംബജീവിതത്തിലൂടെ ഇവരെ മനസ്സിലാക്കുക. അതുകൊണ്ട് നമുക്കറിയാം, വെഡിങ് അഥവാ വിവാഹ ചടങ്ങ് ഒരു ദിവസം മാത്രം നടക്കുന്ന ഒരു സംഭവമാണ്. എന്നാൽ മാരേജ് അഥവാ ഭാര്യ ഭർത്താക്കന്മാരായിട്ടുള്ള അവരുടെ ജീവിതം ഒരാഴ്ച മുഴുവനും നടക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ മാരേജ് ആകുന്ന സ്കൂളിൽ നമ്മളായിരിക്കുമ്പോൾ അനേക കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. സ്നേഹവും ക്ഷമയും ഒപ്പം അംഗീകരിക്കുവാൻ, മനസ്സിലാക്കുവാൻ, സ്വീകരിക്കുവാൻ, വിട്ടുവീഴ്ചകൾ ചെയ്യുവാൻ, പങ്കുവെക്കുവാൻ, അങ്ങനെ ഇവിടെ ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ ജീവിതം നമ്മളിന്ന് ഈ ജോസ് മാത്യു ഖുശ്ബു ഇവിടെ ആരംഭിക്കുമ്പോൾ ഒരു സ്കൂളിലേക്കുള്ള അവരുടെ പ്രവേശനമാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ജോസ് മാത്യു ഖുശ്ബു, നിങ്ങളെ ഈ ആരംഭിക്കുവാൻ പോകുന്ന ജീവിതവും നിങ്ങൾ പ്രവേശിക്കുന്ന സ്കൂളും നിങ്ങൾക്ക് ഏറെ അനുഗ്രഹങ്ങൾ നൽകുന്നതാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ സ്നേഹവും അംഗീകാരവും സ്വീകരണവും വിട്ടുവീഴ്ചകളും പങ്കുവയ്ക്കലും ഒക്കെ ഇവിടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത് പഠിച്ച് ഇതിലൂടെയുള്ള നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നിങ്ങളുടെ കുടുംബജീവിതം ധന്യമാക്കുവാനും നിങ്ങളുടെ കുടുംബജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാക്കുവാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുക. അതായത് ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ സ്വാർത്ഥതയെ വെടിഞ്ഞ് നിസ്വാർത്ഥമായ ജീവിതത്തിൻ്റെ ഉടമകളാകുവാൻ നമ്മെ പഠിപ്പിക്കുന്ന ഒരു സ്കൂളാണ് മാരേജ് എന്ന സ്കൂൾ. ഇനി ഈ വിവാഹ ജീവിതത്തെ നമ്മൾ കത്തോലിക്ക വീക്ഷണത്തിൽ നോക്കിക്കാണുമ്പോൾ ഇറ്റ് ഈസ് മച്ച് മോർ ആൻഡ് മോർ ബ്യൂട്ടിഫുൾ. കാരണമുണ്ട്, മാനുഷികമായ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന പരസ്പരം പങ്കാളികളായി ജീവിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഈ വിവാഹമെന്ന സ്കൂള് ഒരു കൂതാശയായിട്ടാണ് കത്തോലിക്ക സഭ സ്വീകരിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ കത്തോലിക്ക സഭ ആചരിക്കുന്നത്. അതുകൊണ്ട് മറ്റു കൂതാശകൾ പോലെ തമ്പുരാനുമായിട്ട് നമ്മെ ബന്ധിപ്പിക്കുന്ന ഒരു കൂതാശയാണ് ഈ വിവാഹമെന്ന കൂതാശയും. മഹാനായ ഫുൾട്ടൻ ചേഷൻ എപ്പോഴും പറയാറുണ്ട്, വിവാഹം നടക്കുന്നത് 3 പേരും കൂടിയാണ്. ഒരു ഭർത്താവ്, ഭാര്യ, യേശു തമ്പുരാൻ. ഈ കൂദാശയുടെ പരികർമ്മത്തിലൂടെ ജോസ് മാത്യു ഖുശ്ബുവും തങ്ങളുടെ ജീവിതത്തിൽ യേശുവുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബന്ധം ഇവിടെ മാത്രം, ഇന്ന് ഈ ദേവാലയത്തിൽ
മാത്രം ഒതുങ്ങുന്ന, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ വെഡിങ് എന്ന ഒരു ആചാരത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. പ്രത്യുത അത് ഭാര്യാഭർത്തൃ ബന്ധത്തില് എന്നും നിലനിൽക്കേണ്ട ഒരു ബന്ധമാണ് തമ്പുരാനുമായിട്ടുള്ള ഒരു ബന്ധം. ഈ ബന്ധം സ്ഥാപിക്കുന്നതും ഉറപ്പിക്കുന്നതുമൊക്കെ അവരുടെ പ്രാർത്ഥനാ ജീവിതത്തിലൂടെയാണ്. നമുക്ക് ഇന്ന് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ പ്രാർത്ഥനകൾക്ക് സ്ഥാനമില്ലാതെ പോകുന്നൊരവസ്ഥയാണ്. പണ്ടുകാലത്ത് കുടുംബ പ്രാർത്ഥനകൾക്ക് ഒത്തിരിയേറെ പ്രാധാന്യം കൊടുത്തിരുന്ന കുടുംബങ്ങളാണ് കത്തോലിക്ക കുടുംബങ്ങൾ. ഇന്ന് അതിൽ നിന്നെല്ലാം വിഭിന്നമായിട്ട് പ്രാർത്ഥനയ്ക്ക് സമയം കണ്ടെത്താതെ മറ്റു പല കാര്യങ്ങളിലും വ്യഗ്രതപ്പെട്ടുകൊണ്ട് തമ്പുരാനെ മാറ്റി നിർത്തുന്ന ഒരു മനോഭാവത്തിലേക്ക് ഇന്ന് കുടുംബങ്ങൾ, പഴയ കുടുംബങ്ങളും പുതിയ കുടുംബങ്ങളും ഒക്കെ മാറുന്ന ഒരവസ്ഥയിലേക്കാണ് ഒരവസ്ഥയാണ് നമുക്ക് ഇന്ന് കാണുവാൻ സാധിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തില് ജോസ് മാത്യുവിനും കുഷ്ണുവിനും അവരിൽ നിന്ന് ആരംഭിക്കുന്ന ഈ കുടുംബ ജീവിതം, ഈ ഭാര്യാഭർത്തൃ ബന്ധം തമ്പുരാനുമായിട്ടുള്ള ഒരു ബന്ധമാക്കി തീർക്കുവാനും അങ്ങനെ ദൈവോന്മുഖമായ ഒരു കുടുംബ ജീവിതത്തിൻ്റെ ഉടമകളാക്കി തീരുവാനുമൊക്കെ ഇവർക്ക് സാധിക്കണമെങ്കിൽ അവിടെ പ്രാർത്ഥനയുടെ തമ്പുരാന്റെ സാമീപ്യവും സാന്നിധ്യവും അവർക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. നമ്മളിന്ന് വായിച്ചു കേട്ട സുവിശേഷം കാനായിലെ കല്യാണ വിരുന്നിൽ ഒരു പ്രാർത്ഥന. നമുക്കറിയാം, ആ കല്യാണ വിരുന്നില് യേശുവും മാതാവും ഉണ്ടായിരുന്നു. അവരുടെ സാന്നിധ്യം കൊണ്ട് തന്നെ ആ കുടുംബം ഒരുപക്ഷെ സ്വീകരിക്കേണ്ടതായ കളങ്കം അല്ലെങ്കിൽ വേദന അവിടെ നീക്കപ്പെടുകയാണ് ഈ രണ്ടുപേരുടെയും സാന്നിധ്യം കൊണ്ടും ഇടപെടലുകൊണ്ടും. ഈ സാന്നിധ്യവും ഈ തമ്പുരാന്റെയും പരിശുദ്ധ അമ്മയുടെയും സാന്നിധ്യവും ഇടപെടലുകളും ജോസ് മാത്യുവിന്റെയും കുഷ്ണുവിന്റെയും ജീവിതത്തിൽ ഉണ്ടായി എങ്കിൽ മാത്രമേ അവരുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാക്കുവാനും ആ മാറ്റത്തിലൂടെ തങ്ങൾ സ്വീകരിച്ച ക്രൈസ്തവ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ആ വിശ്വാസത്തിന് അധിഷ്ഠിതമായ ജീവിതം നയിച്ച് ഈശോയ്ക്ക് പ്രിയങ്കരമായ കുടുംബമാക്കി തീർക്കുവാനായിട്ട് അവർക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു നല്ല കുടുംബമായിട്ട് തീരുമ്പോഴാണ് അവർക്കുണ്ടാകുന്ന കുഞ്ഞുങ്ങളെയും ഈ വിശ്വാസത്തെ അവരെ സ്വീകരിച്ച, അവരനുഭവിച്ച, അവരെ വിശ്വസിച്ച ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കൈപിടിച്ചുയർത്തുവാനും അവരെയും നന്മയിലേക്ക് നയിക്കുവാനും ഒക്കെ ഇവർക്ക് സാധിക്കുകയുള്ളൂ. ഇവിടെ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന നമുക്കൊക്കെ ഒരു വലിയ ഉത്തരവാദിത്വമുണ്ട്. നമുക്കറിയാം, കുടുംബജീവിതം ഒരു സമൂഹത്തിന്റെ ഭാഗമാണ്. എന്നിട്ട് ഒരു കമ്മ്യൂണിറ്റേറിയൻ ലൈഫാണ്. എന്നിട്ട് ഇവര് ഇൻഡിവിജ്വലായിട്ടല്ല അവരുടെ സമൂഹത്തിൽ ജീവിക്കുന്ന മറ്റ് സമൂഹ അംഗങ്ങൾ കൂടി അവരോടൊപ്പമുണ്ട് എന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ടാകും. അതുണ്ടാകണമെന്നില്ല. ഇന്ന് നമ്മൾ നടക്കുന്ന ഈ വിവാഹ ചടങ്ങിൽ ആ മാത്രം പങ്കുവെക്കുകയും അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് കടന്നു പോവുകയും മാത്രം ചെയ്യാതെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ഇവരിൽ നിന്ന് ആരംഭിക്കുന്ന കുടുംബജീവിതം ഏറെ ഭദ്രത ഉള്ളതാക്കി തീർക്കുവാൻ, തമ്പുരാനോട് കൂടി ആക്കി തീർക്കുവാനായിട്ടുള്ള കൃപകളും അനുഗ്രഹങ്ങളും ധാരാളമായിട്ട് പരിശുദ്ധാത്മാവ് വഴി ഇവർക്ക് നൽകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാനുള്ള കടമ കൂടി നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതുകൊണ്ട് ഈ വിവാഹ ചടങ്ങ് ഒരു ആഘോഷമാക്കി മാത്രമാക്കാതെ ഇതിന് ആധ്യാത്മികതയുടെ വശം കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുവാനും അവരെ പുതിയ ഒരു കുടുംബജീവിതത്തിലേക്ക് നമ്മൾ കയറ്റിവിടുമ്പോൾ അവർക്ക് വേണ്ടതായ പ്രോത്സാഹനങ്ങളും അവർക്ക് വേണ്ടതായ എല്ലാ സഹായങ്ങളും നൽകി, പ്രത്യേകിച്ച് പ്രാർത്ഥനാ സഹായം നൽകി അവരോട് കൂടെ ആയിരിക്കുവാൻ, പ്രാർത്ഥനയിൽ അവരോട് കൂടി ആയിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മൾ ഇന്ന് ഈ നടത്തുന്ന കുദാശയുടെ അർത്ഥം പൂർണ്ണമാക്കുവാനും ഈ കുദാശയുടെ അർത്ഥം അനുസരിച്ച് ഇത് പരികർമ്മം ചെയ്തുകൊണ്ട് ഇതിൽ ജീവിക്കുവാനും ജോസ് മാത്യുവിന് സാധിക്കണം. ഈ കുദാശ പരികർമ്മത്തിൽ പ്രത്യേകമായിട്ട് നമ്മളോട് പ്രാർത്ഥിക്കാം. ധാരാളം അനുഗ്രഹങ്ങൾ ഇവർക്ക് ഇവരുടെ മേലെ ചൊരിയണമേ. പരിശുദ്ധാത്മാവിന്റെ ഇടപെടലുകളിലൂടെ കർത്താവിന്റെ സാന്നിധ്യം പൂർണ്ണമായിട്ടും ഇവരുടെ കുടുംബത്തിൽ ഉണ്ടാകുവാനും അവരെ ദൈവസന്നിധിയിൽ ദൈവോന്മുഖരായിട്ട് തീരുവാനും നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഇവരുടെ മാതാപിതാക്കളെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവരുടെ പ്രയത്നപരമായി അവരുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇന്ന് ഈ നല്ല മുഹൂർത്തത്തിന് നമുക്കൊക്കെ സാക്ഷ്യം വഹിക്കുവാൻ സാധിച്ചത്. അതുകൊണ്ട് ഈ മാതാപിതാക്കളുടെ
മാതാപിതാക്കളെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു. അവരും കൂടുതൽ സന്തോഷവാന്മാരായി തീരട്ടെ. അവരുടെ കുടുംബജീവിതം ഭദ്രമായതുപോലെ തന്നെ ഈ മക്കളുടെ കുടുംബജീവിതം ഏറ്റവും ഭദ്രമാകുവാനും വിശ്വാസത്തിൻ്റെതാകുവാനും ആത്മീയ ചൈതന്യം നിറഞ്ഞതാകുവാനുമായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഒരിക്കൽ കൂടിയും ജോസ് മാത്യുവിനും കുഷ്ബുവിനും എല്ലാവിധ മംഗളങ്ങളും വിജയങ്ങളും പ്രാർത്ഥനാപരമായ ജീവിത ശൈലിയിൽ നിങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധന്മാരുടെയും നാമത്തിൽ ആമേൻ. ഇവർക്ക് വേണ്ടി കർത്താവേ ഈ ദമ്പതിമാരുടെ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നിന്റെ മണവാട്ടിയായ സഭയ്ക്ക് വേണ്ടി സജീവൻ അർപ്പിച്ച സ്വർഗീയ മണവാള പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും ത്യാഗപൂർവ്വമായി നയിക്കുവാൻ ദൈവോചമാകുന്ന ആത്മീയനായി സകലരെയും രക്ഷിക്കുന്ന മിശിഹായെ എന്റെ പ്രവണതകളനുസരിച്ച് മാതൃകാപരമായ കുടുംബത്തിൽ നയിക്കുവാൻ സ്വർഗീയ പങ്കാരാകുവാൻ ലോകത്തിന്റെ അഭിവൃദ്ധിയെപ്പറ്റി പഠിപ്പിച്ച മിശിഹായെ പരസ്പര വിശ്വാസത്തോടും ചാരിത്രശക്തിയോടും കൂടി സന്തോഷപ്രദമായ ദാമ്പത്യത്തിൽ നയിക്കുവാൻ കല്യാണത്തിൽ വെച്ച് തന്റെ സാന്നിധ്യത്താൽ വധുവരന്മാരെ അനുഗ്രഹിച്ച മിശിഹായെ എന്റെ സഹായത്തിൽ ആശ്രയിച്ചും ദിവ്യ സാന്നിധ്യം അനുഭവിച്ചും പ്രാർത്ഥന നിരന്തരം ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നയിക്കുവാനവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും നിലയ്ക്കുകയും അങ്ങയുടെ ദാസത്വമാക്കാനും ചെയ്തിരിക്കുന്ന നിത്യഗതികൾ നേടുവാൻ ഇവരെ അർഹരാക്കുകയും ചെയ്യണമേ. അങ്ങയുടെ സ്നേഹത്തിൽ ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുക്കുന്ന ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പ്രിയ സഹോദരരെ, ഈ വധുവരന്മാർ വിവാഹം കൂതാശകളാൽ ബന്ധിതരായി പോകുന്നു. ഈ കൂതാശ യോഗ്യതയോടെ പരിഹാരം ചെയ്യുന്നതിന് പ്രയോജനത്തിന് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടി മൗനമായി പ്രാർത്ഥിക്കാം. ആദ്യം പുരുഷന് ജീവിതസഖ്യം നൽകിയ ദൈവമേ, അങ്ങനെ അടുത്ത പരിപാലനെ ഞങ്ങൾ വാഴ്ത്തുന്നു. പര്യാപ്തമ്പനാകുവാൻ ആഗ്രഹിക്കുന്നവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂതാശ യോഗ്യതയോടുകൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമർത്ഥമായി ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മിശിഹായുടെ നിയമവും തിരുത്തപ്പെട്ട നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ഖുഷ്ബുവിനെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നു. ഖുഷ്ബു, മിശിഹായുടെ നിയമവും തിരുത്തപ്പെട്ട നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ജോസ് മാത്യുവിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നു. നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിൽ അബ്രാഹത്തിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിൻ്റെ ഐക്യത്തോടും കൂടി കുടുംബജീവൻ നയിക്കുവാൻ നമ്മുടെ കർത്താവ് യേശു മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. കുരിശുമരണവിടെ തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധുവരന്മാരെ ബന്ധിപ്പിക്കുന്ന ഈ താലി ദയാപൂർവം ആശീർവദിക്കണമേ.
ഐക്യത്തിന്റെ പ്രതീകമായ കാലം അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തയിലും ഇവരെ ബന്ധിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധനായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശവർക്ക് ശക്തി നൽകട്ടെ. ഇതിവരുടെ വിശ്വസ്തയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന് സർവസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാഠിന്യവനായ കർത്താവേ, ഈ മന്ത്രകോടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രമണിയുവാൻ ഇവരെ യോഗ്യരാക്കുകയും ചെയ്യണമേ. കരുണാവർഷം പൊഴിയുന്നു. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ഈ വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. സഹോദരരെ, നിങ്ങൾ തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കുകയും സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. തിരുസഭയുടെ ശിരസ്സായി എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥതയും അവിടുന്ന് നിങ്ങൾ ചെറിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടത്തേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും. തിരുമേനിണമുനിതാ
തിരുശരീരം തിരുത്തവും ബുദ്ധിശരീരം. നിങ്ങളുടെ കർത്താവായ ദൈവമേ, ദമ്പതിമാരുമേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലം കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന് കണ്ടലുകളെ കാത്തുകൊള്ളണമേ. അബ്രാഹത്തെയും സാറയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിലവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിൽ ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. പിതാവായ മിശിഹായ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ വിശുദ്ധ കന്യാമറിയത്തിന്റെയും തിരുക്കുടുംബത്തിന്റെ നായകനായ മാറിയ യോസേഫിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ശ്രീപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആനന്ദമാകും സ്നേഹത്താൽ മനുജനെ സൃഷ്ടിച്ചഖിലേശൻ ജീവിത സഖിയെ നൽകുന്നു. അവരെ വാഴ്ത്തി വണങ്ങിടാം. അബ്രാഹത്തെയും സാറയെയും അവരുടെ സന്താനങ്ങളെയും പരിപാലിച്ചൊരു കർത്താവേ, ഇവർ
സഹായമേകും സ്നേഹിതരെ നൽകണമേ നിൻ കൃപയായി. എന്നീ ബലനിൻ സന്നിധിയിൽ അർപ്പിച്ചവരാ മഹിളർക്കും പ്രിയദമ്പതിമാർക്കും വരവും കൃപയും ചൊരിയണമേ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കടന്നപതിക്കും പാവയുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി കഴിവടിയേൽപ്പിക്കുവാൻ
Yahilkon, Udbravdu, Urgad Kusan, Haptia Laikon, Ubayasab Albakon Lala.